ഹായ് ഡിയേഴ്സ്, അനഗമിസ് ആണ് മക്കളെ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്ര കാലം വിചാരിച്ചത് എന്താ, സൂപ്പർ 16ന്റെ തലേന്ന് വന്ന് 60 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പോയാൽ എന്തായാലും 60 ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല, ഒരു 30 ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ഏറിപ്പോയാൽ ഒരു 28, 29, 30 അതേ വരുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സൂപ്പർ 16 കണ്ടുപോയാൽ ഫുൾ മാർക്ക് വാങ്ങാന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോയത്. ഇപ്പൊ നമ്മൾ +1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയോ അല്ലെങ്കിൽ പാറ്റേൺ മാറിയോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ എന്താ മാറ്റം എന്നുള്ളത്, സിലബസിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മാറി പുറത്തു നിന്നുള്ള കാര്യം വരുന്നു എന്നതല്ല മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കൊല്ലത്തെ പേപ്പേഴ്സ് നമ്മൾ എടുത്തു നോക്കിയാൽ പല ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇനി അങ്ങോട്ട് റിപ്പീറ്റേഷൻസ് ഒക്കെ കുറയും. അതായത് സെയിം കാര്യം തന്നെ വേറെ പല രീതിയിലും ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഈ +1ന്റെ ക്രിസ്മസ് പരീക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ പല ചോദ്യങ്ങളും എക്സാക്ട് അതേപോലെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇനി നമ്മൾ മോഡൽ എക്സാമിൽ വരുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് എക്സാമിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ഈ ഒറ്റയടിക്ക് നമ്മൾ ചോദ്യം വായിച്ച് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാണ് ചിപ്കോ മൂവ്മെന്റ് കണ്ടല്ലോ, അതിനെ കുറിച്ച് എഴുതി വെക്കാന്നുള്ള രീതിയിൽ നമ്മൾ പോകും. അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് മാറുകയാണ്. എന്താ മാറ്റം വരുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കില്ല. അപ്പം ഒരു ചോദ്യം ഒന്നിലധികം തവണ വായിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതെല്ലാ ചോദ്യങ്ങളും അല്ല, എന്നാലും ചില ചോദ്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ വായനയിൽ കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് പോയി എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ പരീക്ഷയുടെ തലേന്ന് പഠിച്ച് ഫുൾ മാർക്ക് സെറ്റ് ആക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പാസ്സാകാൻ പറ്റും, പാസ്സാകാൻ ഇപ്പൊ ആർക്കും പറ്റില്ലേ. പക്ഷെ പാസ്സായിട്ട് കാര്യമല്ലോ മക്കളെ, ഫുൾ മാർക്ക് വാങ്ങണ്ടേ. നമുക്ക് ഇനി അങ്ങോട്ട് +2ലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇപ്പൊ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് +2ല് മാർക്ക് ഇൻ കേസ് കുറച്ചൊരു കുറഞ്ഞു പോയാലും നമുക്ക് അവിടെ കോപ്പ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. +2 പഠിക്കണം, +2ലും ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ +1 ഏതാണോ മാർക്ക് കുറഞ്ഞ, ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ കാര്യം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് വീണ്ടും എഴുതണം. അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള +2ലെ 18 ചാപ്റ്റേഴ്സ് ഉണ്ട്, പഠിച്ചൊപ്പിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ 20 ചാപ്റ്റർ പഠിച്ച് ഒന്നുകൂടെ പരീക്ഷ ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പറ്റാത്ത പണിയല്ലേ. യെസ്, അപ്പൊ നമ്മൾ എന്തിനാ പറ്റാത്ത പണിക്ക് പോകുന്നത്? പറ്റുന്ന പണി ചെയ്തൂടെ? അതെങ്ങനെ ചെയ്യാം? യെസ്, അത് പറഞ്ഞുതരാം. ഇനിയിപ്പോ സൂപ്പർ 16ന്റെ തലേന്ന് വന്നിട്ട് അതേപോലെ മാരത്തോണിന്റെ തലേന്ന് വന്ന് പഠിച്ച് സെറ്റാകാൻ നിൽക്കരുത് മക്കളെ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നിർണായക. ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് പോയില്ലേ, വെക്കേഷനും അടിച്ചു പൊളിച്ചു. ഇനി നമുക്കൊന്ന് സീരിയസ് ആയാലോ? ചെറുതായിട്ട് മതിയെ, വലുതായിട്ടൊന്നും വേണ്ട. അതെങ്ങനെയാ സീരിയസ് ആവുക? അതിനാണ് നമ്മുടെ സൈലം എൻഡ് ഗെയിമുമായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് അപ്പൊ ഈ എൻഡ് ഗെയിം? ഇവിടെ കാണുന്ന ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ എൻഡ് ഗെയിമിലുണ്ട്. കാരണം ഈ ഒരൊറ്റ ഇതുകൊണ്ട് ഇത് മുഴുവൻ പറഞ്ഞു തീരാൻ പറ്റില്ല, അത്രയ്ക്കും ഫീച്ചേഴ്സ് ഉള്ളതാണ് നമ്മുടെ എൻഡ് ഗെയിം എന്ന് പറയുന്നത്. സോ എൻഡ് ഗെയിമിൽ നിങ്ങൾ ആദ്യം മുതൽ ഫസ്റ്റത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ, അതായത് 20 ചാപ്റ്റേഴ്സിലെ 20 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഉണ്ട്. അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കും. അപ്പൊ ഈ 2 മാസം കൊണ്ട് 20 ചാപ്റ്റേഴ്സ് സെറ്റാക്കി A+ വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സംശയം വേണ്ട. കാരണം നമ്മൾ A+ വാങ്ങിയിരിക്കും. അതിനാണ് നമ്മളെ എൻഡ് ഗെയിം ഉള്ളത്. ഓരോ ചാപ്റ്റേഴ്സും അതിലുള്ള കോൺസെപ്റ്റ് പഠിപ്പിക്കും. അതേപോലെ തന്നെ ആ ചാപ്റ്ററിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ പരീക്ഷയ്ക്ക് വന്നത്, ഇനിയും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻഡ് ഗെയിമിൽ പോകാൻ പോകുന്നത്. അപ്പൊ എൻ്റെ മക്കളെ ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ട. 2 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതേപോലെ ഒന്നുകൂടെ ആലോചിക്കാം, 2 മാസമേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളും മനസ്സിൽ വരണം. 2 മാസം ഉണ്ട്, 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ എൻഡ് ഗെയിമിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ 2 മാസം നിങ്ങൾക്ക് ധാരാളമാണ്. കാരണം നമ്മൾ 1 മാസം കൊണ്ട് സെറ്റാകും. അതിനുശേഷം റിവിഷൻ, ഓരോ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോഴും എക്സാം, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ആയിട്ടാണ് നമ്മുടെ എൻഡ് ഗെയിം വന്നിട്ടുള്ളത്. അപ്പോൾ എൻഡ് ഗെയിമിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് വേഗം ഒന്ന് അഡ്മിഷൻ എടുക്കാം. കാരണം ജനുവരി 1-ാം തീയതി നമ്മളെ എൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും ന്യൂ ഇയറിൽ ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവില്ലേ. ന്യൂ ഇയറിൽ ഞാൻ നന്നാവാന്നുള്ള തീരുമാനമൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ. അത് ആദ്യത്തെ റെസൊല്യൂഷൻ നമ്മുടെ എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യുന്ന ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാ ഇനി എൻഡ് ഗെയിമിൽ കാണല്ലേ?